അവന് ജോലി കിട്ടിക്കഴിഞ്ഞാ ഞങ്ങൾ ഈ വീട് വെച്ചതും ഇവിടേക്ക് താമസം മാറിയതൊക്കെ. ശരി, ഓക്കെ. അല്ല, ജയശ്രീ ചേച്ചി ഫയലല്ലാതെ മറ്റെന്തെങ്കിലും തന്നിട്ടുണ്ടോ? പൈസ അല്ല കേട്ടോ, പൈസ ഒന്നുമില്ല, അല്ലാതെ. ഇല്ല. ഓ, ഇന്ന് എന്റെ ദിവസ, എനിക്കിന്ന് ഷൈൻ ചെയ്യണം. അതിനിപ്പോഴേ തുടങ്ങണോ? അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഈ സ്വർണത്തിനോടും ഡ്രസ്സിനോടും എന്തു ഇത്ര ആക്രാന്തം? അതി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? അയ്യോ എന്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞ. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസാ. അതിന് ഏറ്റവും പ്രധാന കാരണം ആ കിരണും ദുർഗയും പാർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാ. അവരപ്പ പാർട്ടിക്കില്ലേ? ആ, രണ്ടൂടെ രാവിലെ ഇറങ്ങി പോകുന്നത് കണ്ടു. പോക്ക് കണ്ടിട്ട് പാർട്ടിക്ക് വരുമെന്ന് തോന്നില്ല. എന്നാ പിന്നെ എനിക്കൊന്ന് ആഘോഷിക്കണം. നീരജേ, നീ എനിക്കുള്ള ഡ്രസ്സ് ഒന്ന് എടുത്തു പോയി. നിങ്ങൾക്കൊപ്പം ഞാനും കൂടെ ഒന്ന് തിളങ്ങട്ടെ. ഓ, നീ ടെൻഷൻ ആവണ്ട സഹദേവ, ആ. അതൊക്കെ സമയാവുമ്പോ സെറ്റ് ആയിരിക്കും, അല്ലേ നീരജെ? അതെ. ആ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ എടുത്തു തന്നേക്കാം. നിങ്ങൾ വാ. അല്ല എടി, നീ ഇങ്ങോട്ട് വാ. എന്റെ മുഖം നോക്കിയേ. നിങ്ങൾ എല്ലാ കാര്യം നോക്കിയല്ലോ. എന്റെ മുഖത്ത് കുറെ ദിവസമായിട്ട് നല്ല ക്ഷീണം. ചേച്ചി, ഞാനൊന്ന് ഫേഷ്യലൂടെ ചെയ്യട്ടെ? പറ. ഇനി 10 കിലോമീറ്റർ കൂടി പോയാ നമ്മള് ലൊക്കേഷനിലെത്തും. നമ്മൾ ചെല്ലുമ്പോഴേ ആ വീട്ടിലുള്ളത് ഗോപിച്ചേട്ടനും ഓമന ചേച്ചി ആയാ മതിയായിരുന്നു. വെറുതെ ഈ സമയത്ത് നെഗറ്റീവ് പറയാതെ കുട്ടേട്ടാ. നമ്മൾ ഇവിടം വരെ എത്താൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഇതിനെല്ലാം ഒരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ ഫയല് കിട്ടണം. അവരാണ് അവിടെ താമസിക്കുന്നെങ്കിൽ ആ ഫയലും കൊണ്ടേ നമ്മൾ തിരിച്ചു വരും. അതുപോലെ മതിയേ. കുട്ടേട്ടാ, എന്താ മോളെ? ഇന്ന് വീട്ടിൽ എന്തായിരുന്നു രാവിലെ ഇഷ്യൂ? അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. സൗദാവനമ്മ വിളിച്ചു പറഞ്ഞു കാണോ അല്ലേ? നിങ്ങളൊക്കെ എനിക്ക് മക്കളെ പോലെ അല്ലേ? എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിക്കാൻ പോണെന്ന് തോന്നിയാ ഞാനത് പറയണ്ടേ? ഇപ്പോ ആർക്കെന്ത് പ്രശ്നം ഉണ്ടാവും പോയെന്നാ കുട്ടേട്ടൻ പറയുന്നത്? നമ്മുടെ അഞ്ജുവിന് എന്തോ ചുറ്റിക്കളി ഉള്ളതുപോലെ അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നി. ഞാനതൊന്നും അറിയാതെ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു. അത് പിന്നെ ഭയങ്കര പ്രശ്നമായെന്നേ. അവസാനം ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അത് കണ്ട് സൗദാവന്യമ്മ ഇടപെട്ട് പ്രശ്നം തീർത്തു. അത്രേ ഉള്ളൂ. അതായിരുന്നോ? ഇതൊക്കെ അവിടെ സ്ഥിരമല്ലേ? ഇത് തന്നെയാണോ ഈ വീട് ലൊക്കേഷനിൽ കാണിക്കുന്നത്? നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കാം. കയറുവാ. ഗോപിച്ചേട്ടല്ലേ? അതെ. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ കുട്ടൻപിള്ള. പണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ചായക്കട നടത്തിയപ്പോൾ ഞാനവിടെ വന്നിട്ടുണ്ട്. ഓ, ആണോ? ആ, ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ നല്ല പരിചയമുള്ളതാ. പക്ഷേ സാറിന് തീരെ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ജയശ്രീയെ ഓർക്കുന്നുണ്ടോ? ജയശ്രീ മാഡത്തിന്റെ ആരാ? ജയശ്രീ മാഡത്തിന് ഓർമ്മയുണ്ട്. ജയശ്രീയുടെ മോളാ ഞാൻ.
മോളെ, മാഡമായിട്ട് ഞങ്ങൾക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. മാഡം ഞങ്ങളെ പലപ്പോഴും സഹായിച്ചിട്ടുമുണ്ട്. ആ, മോളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. മോൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് സ്കൂൾ ടീച്ചേഴ്സാ. ഇത് മോളുടെ ഭർത്താവാണോ? ആ അതെ. മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് നാളായി ഞങ്ങള് ഗോപിച്ചേട്ടനെയും ഓമന ചേച്ചി അന്വേഷിച്ച് നടക്കുക. എന്തിന്? അല്ല, ഞങ്ങളെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? അത് അമ്മയുടെ ഒരു ഡയറി വായിച്ചപ്പോ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫയല് അമ്മ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടു. ആ. എന്റെ അമ്മ മരിച്ചതിനെ പറ്റിയും അമ്മയുടെ മേൽ വീണ പഴിയെ പറ്റിയും എല്ലാം നിങ്ങൾക്കറിയാലോ. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സത്യം തെളിയിക്കാനുള്ള തെളിവുകൾ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പോഴാ ഇങ്ങനൊരു വിവരം കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ തെളിവുകൾ തിരികെ വാങ്ങാനാ ഞങ്ങൾ വന്നത്. അത് കിട്ടിയിട്ട് വേണം എന്റെ അമ്മയുടെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ. എന്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാവരോടും എനിക്ക് വിളിച്ചു പറയണം. അത് മോൾ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മോള് പറയുന്നത് പോലെ ഒരു ഡയറിയോ ഫയലോ ഒന്നും ജയശ്രീ മേഡം ഞങ്ങളുടെ കൈ തന്നിട്ടില്ല. പക്ഷേ ഡയറിയിൽ അങ്ങനെയല്ലല്ലോ എഴുതിയിരുന്നത്. ഗോപി ചേട്ടന്റെയും ഓമന ചേച്ചിയുടെയും പേരും അതിൽ എഴുതിയിരുന്നു. ഞങ്ങളുടെ മോനെ കോളേജിൽ ചേർക്കാൻ ജയശ്രീ മേഡം അന്ന് കുറച്ച് പണം തന്ന് സഹായിച്ചിരുന്നു. അല്ലാതെ ഫയലൊന്നും ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. ഓ, അങ്ങനെയാണോ? ആ ആ അല്ല, മോനിപ്പോ എവിടെയാ? മോനിപ്പോ അങ്ങ് ദുബായിലാ. പഠിത്തം കഴിഞ്ഞിറങ്ങിയപ്പോഴേ അവനവിടെ ജോലി കിട്ടി. അവന് ജോലി കിട്ടിക്കഴിഞ്ഞാ ഞങ്ങൾ ഈ വീട് വെച്ചതും ഇവിടേക്ക് താമസം മാറിയതൊക്കെ. ശരി, ഓക്കെ. അല്ല, ജയശ്രീ ചേച്ചി ഫയലല്ലാതെ മറ്റെന്തെങ്കിലും തന്നിട്ടുണ്ടോ? പൈസ അല്ല കേട്ടോ, പൈസ ഒന്നുമല്ല, അല്ലാതെ. ഇല്ല. ഓ,